ഹലോ എവ്രി വൺ, പാഷൻ ഫുഡ് ജംഗ്ഷൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു ഇറ്റാലിയൻ ഡെസേർട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ പേരാണ് തിരാമിസു. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് ഏറ്റവും വേഗത്തിൽ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണിത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഏറ്റവും ബേസിക്കായിട്ട് വേണ്ടത് 4 മുട്ടയാണ്. ഇതിൻ്റെ വെള്ളയും മഞ്ഞയും ആദ്യം സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അതാണ് ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞയിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബീറ്റർ ആയിരുന്നു ഇതിന് ആവശ്യമുള്ളത്. എൻ്റെ കയ്യിൽ ഇതില്ലാത്തത് കൊണ്ട് ഞാനൊരു വിസ്കായി യൂസ് ചെയ്തത്. ഇനി ഡബിൾ ബോയിലിംഗ് ചെയ്യുന്ന പോലെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അതിൻ്റെ ആവിയിൽ ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഏകദേശം 10 മിനിറ്റ് കൊണ്ട് തന്നെ പഞ്ചസാരയെല്ലാം അലിഞ്ഞ് നല്ല തിക്ക് ആൻഡ് ക്രീമി കൺസിസ്റ്റൻസിയിൽ ഇതിനെ ഇങ്ങനെ കിട്ടും. ഇനി ഇതിനെ ഒന്ന് തണുപ്പിച്ചെടുക്കുക. കൺസിസ്റ്റൻസിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല, നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അടുത്തതായി 2 ഡ്രോപ്പ് വാനില എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്ത് ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി തിരാമിസുവിൻ്റെ ഫ്ലേവർ തരുന്നത് ഇതാണ്, മാസ്കാർപോൺ ചീസ്. 4 മുട്ടയ്ക്ക് 250 ഗ്രാമാണ് പറയുന്നത്. ഇത് 500 ഗ്രാമിൻ്റെ പാക്ക് ആയതുകൊണ്ട് ഞാൻ പകുതി എടുക്കുന്നുള്ളൂ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മുട്ടയുടെ വെള്ള ഇതുപോലെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് അടിച്ച് പതപ്പിച്ച് ഈ ഒരു മിക്സിലേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ ഈ ഒരു സ്റ്റെപ്പ് ഫ്ലോപ്പായി പോയതുകൊണ്ട് അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. ഫൈനലി ഇതാണ് എസ്പ്രെസോ, നല്ല കടുപ്പമുള്ള കട്ടൻ കാപ്പി. ഈ ബിസ്ക്കറ്റാണ് തിരാമിസുവിൻ്റെ ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു സൈഡിൽ ഷുഗർ കോട്ട് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് പോലെ ഇരിക്കുന്നൊരു ബിസ്ക്കറ്റാണ്. ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ തിരാമിസു ഉണ്ടാക്കാൻ പോകുന്നത്. അതും സൈഡെല്ലാം വിസിബിൾ ആയിരിക്കുമല്ലോ. ഏറ്റവും ബേസായിട്ട് ബിസ്ക്കറ്റ് പൊട്ടിച്ച് കാപ്പിയിൽ ഒരു 2 മുതൽ 4 സെക്കൻഡ് വരെ മുക്കി ഗ്ലാസ്സിലേക്ക് വെക്കുക. ഇപ്പോൾ തിരാമിസുയുടെ ആദ്യത്തെ ലെയർ ആയിട്ടുണ്ട് ബിസ്ക്കറ്റിൻ്റെ. ഇനി ഇതിലേക്ക് ഈ ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ബിസ്ക്കറ്റ് ആൻഡ് ക്രീം ലെയർ ചെയ്ത് ഗ്ലാസ് നിറച്ച് വെച്ചിട്ടുണ്ട്. ഈ ക്രീം ആക്ച്വലി കുറച്ചുകൂടി തിക്കായിട്ട് വരേണ്ടതാണ് കേട്ടോ. എൻ്റെ മുട്ടവെള്ള പതപ്പിക്കുന്ന സ്റ്റെപ്പ് ഫ്ലോപ്പായി പോയതുകൊണ്ടാണ് ഇത് വെള്ളം പോലെ ഇരിക്കുന്നത്. ടോപ്പിൽ ഞാൻ കുറച്ച് കൊക്കോ പൗഡർ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ ചോക്ലേറ്റും ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് റാപ്പ് ചെയ്ത് ഒരു 6 മുതൽ 12 മണിക്കൂർ വരെ റെഫ്രിജറേറ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ 6 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടും ഒരു സ്റ്റെപ്പ് ഫ്ലോപ്പായി പോയതുകൊണ്ടും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. റാപ്പൊക്കെ മാറ്റി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ക്ലാസിക് തിരാമിസുവിൻ്റെ ടേസ്റ്റ് ഇല്ല എങ്കിലും സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്, സ്റ്റൈലായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.